What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Karen channel. What a time! Chelsea versus Barcelona. ചാമ്പ്യൻസ് ലീഗ് മാച്ച് പ്രിവ്യൂലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ഇപ്പൊ കാണുമ്പോൾ ഏകദേശം ഇരുട്ടി കൂടി മുതൽ ഞാൻ എന്തോ പാതിരാത്രിയിൽ വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ. അതല്ല, ഇപ്പോ യു കെയിൽ എന്ന് പറഞ്ഞാൽ 4:30 ആകുമ്പോഴത്തേക്കും സൂര്യൻ അങ്ങോട്ട് അസ്തമിക്കും. സൂര്യൻ പറയും ഞാൻ പണി നിർത്തിപ്പോന്ന് പറയും. അതിനുശേഷം കൂരാക്കൂരി ഇരുട്ട്. അപ്പൊ ഞാൻ ഏകദേശം വൈകുന്നേരം റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്യുമ്പോൾ കൂരാക്കൂരി ഇരുട്ട്, ആ കൂടെ ഉള്ളൊരു ചെറിയൊരു ബൾബ് അത് ഇവന്മാർ ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നു. ട്യൂബ് ലൈറ്റ് പോലുള്ള സാധനമല്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ പിന്നെ ഈ ഇടയ്ക്ക് മറ്റേ TV വെച്ചിരിക്കുന്നതുകൊണ്ട് അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തെന്നാലും അത് അവിടെ കിടക്കട്ടെ. നമുക്ക് ബാർസലോണ ചെൽസി വേഴ്സസ് ബാർസലോണ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ പല വാർത്തകൾ, പല ന്യൂസുകൾ, കോൾ പാൽമർ അവൈലബിൾ ആണോ എന്നുള്ള രീതിയിൽ. പക്ഷെ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് വളരെ രസകരമായ ഒരു കാര്യം ചെൽസി ഫാൻസിനോട് എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ഞാൻ വേറൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ ഫോർ എ ചെൽസി പ്ലെയർ, ഒരു ഫോർമർ ചെൽസി പ്ലെയർ, 80കളിൽ ചെൽസിക്ക് വേണ്ടി കളിച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് പ്ലെയർ, പോൾ കാനേഴ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ ചെയ്തു വെച്ചിരുന്നത് 45 മിനിറ്റത്തെ ഇന്റർവ്യൂ, ഫുൾ ഇംഗ്ലീഷിലാണ്. അത് ഞാൻ ലൈവ് ആക്കുന്നുണ്ട്. ലൈവ് ആക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ബട്ട് ഇറ്റ് ഹാസ് ബീൻ എൻ എക്സെപ്ഷണൽ എക്സ്പീരിയൻസ്. അതായത് 80കളിലെ ചെൽസിയും അദ്ദേഹത്തിന്റെ ജേർണിയും അദ്ദേഹത്തിന്റെ കഥയും കേൾക്കാനായിട്ട് തന്നെ ഒരു നല്ലൊരു മോട്ടിവേഷൻ ആണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ചെൽസിക്കാരനും അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ ഉണ്ട്, കാനേഴ്സ് ഫൗണ്ടേഷൻ എന്നും പറഞ്ഞു ചേർന്ന് ഒരു ചാരിറ്റി ഫണ്ട് റേസിംഗ് ഇവന്റ് ഞങ്ങൾ നടത്തുന്നുണ്ട്. ഫണ്ട് റേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ നിന്ന് കോൺട്രിബ്യൂഷൻ, സാമ്പത്തികമായിട്ട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഗുണം ഉണ്ടാവാൻ വേണ്ടിയായിട്ട് അതിൽ നിന്ന് ചിലവർക്ക് നമ്മൾ ഗുഡീസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഒരു UK ബേസ്ഡ് ഫൗണ്ടേഷനും കേരളത്തിൽ നിൽക്കുന്ന ചെൽസിക്കാരനും തമ്മിലുള്ള ഒരു കൊളാബ്. ഇൻക്രെഡിബിൾ, ഒരു മാസീവ് അച്ചീവ്മെന്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ച്. ഡീറ്റെയിൽസ് വേറെ വീഡിയോയിൽ. നമുക്ക് ചെൽസി വേഴ്സസ് ബാർസലോണയിലേക്ക് ഇറക്കാം. ഞാൻ ഇതിന്റെ ഒരു മാച്ച് പ്രിവ്യൂ ഓൾറെഡി ഫുട്ബോൾ പിവറ്റ് അതിനകത്ത് ആകാശാണ് ഞാൻ സംസാരിക്കേണ്ടായിരുന്നു. എന്താ പറയേണ്ടത് സത്യം പറഞ്ഞത്, ഇറ്റ്സ് എ ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ഗെയിം. പക്ഷെ ചെൽസി വിൽ ബി റെഡി ഫോർ ബാർസലോണ, ബാർസലോണ വിൽ ബി മോർ ദാൻ റെഡി ഫോർ ചെൽസി. കാരണം നമ്മൾ ഈ ബാർസലോണ ഹൈലൈൻ ബീറ്റ് ചെയ്യാൻ എളുപ്പമാണ്, ഹൈലൈൻ ബീറ്റ് ചെയ്യാൻ എളുപ്പമാണെന്ന് പറഞ്ഞാലും കളി കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമല്ല. ദേ സെറ്റ് ദാറ്റ് ട്രാപ്പ് ബ്യൂട്ടിഫുള്ളി. നമ്മൾ വിചാരിക്കുന്ന പോലെ ചുമ്മാ ബോൾ റിലീസ് ചെയ്യുന്നില്ല, അവർ കൗണ്ടർ പ്രസ് ചെയ്യുന്നുണ്ട്, കൗണ്ടർ പ്രസ് ചെയ്ത് ബോൾ ടാക്കിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അവരെ സംബന്ധിച്ച് ചെറിയ ഏരിയാസ് ഓഫ് വീക്ക്നെസ് ഉണ്ട്, നമുക്കും ആ ഏരിയാസ് ഓഫ് വീക്ക്നെസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് അൺഫോർച്ചുനേറ്റ്ലി ബാർസലോണയെ സംബന്ധിച്ച് അൺഫോർച്ചുനേറ്റ്ലി പെഡ്രി കളിക്കുന്നില്ല, പെഡ്രി ഔട്ടാണ്. ഗാബി എന്തെന്നാലും ഈ സീസൺ മുഴുവനുമില്ല. അത് അവരെ സംബന്ധിച്ച് വലിയൊരു ചാലഞ്ചായി മാറുന്നുണ്ട്. പക്ഷെ അതല്ലാണ്ട് അവർക്ക് ബാക്കിയുള്ള പ്ലേയേഴ്സ്, ലെവൻഡോസ്കി, റഫീനിയ തിരിച്ചു വന്നു ടീമിലേക്ക്, ബെഞ്ചിൽ അവൈലബിൾ ആയിരിക്കും, സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ളത് പറഞ്ഞത് കേട്ടു. അപ്പോ അതിന്റെ അവൈലബിലിറ്റി, യമാൽ നല്ല ഫോമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, യമാൽ ഇസ് അവൈലബിൾ, ലെവൻഡോസ്കി, ഫ്രാങ്കി ഡിയോങ്, പിന്നെ എറിക് ഗാർസിയ, ബാൽദെ, കുബാർസി. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു നല്ലൊരു ഫോമിൽ നിൽക്കുന്ന ഒരു ടീമാണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്ക് വരാൻ പോകുന്നത്. ചെൽസിയെ സംബന്ധിച്ച് കോൾ പാൽമറിന്റെ അവൈലബിലിറ്റി ഇപ്പോൾ ഒന്നും കൂടെ ബൂസ്റ്റ് ആയിരിക്കുന്നു. കാരണം ചെൽസി ട്രെയിനിങ്ങിനോടൊപ്പം കോൾ പാൽമറിനെ കണ്ടിരിക്കുന്നു. അപ്പൊ ടീം ട്രെയിനിങ്ങിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഐ വുഡന്റ് ബി സർപ്രൈസ് റഫീനിയെ പോലെ കോൾ പാൽമറിനെ ടീം സ്ക്വാഡിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഞാൻ സർപ്രൈസ്ഡ് ആവില്ല. പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട് കോൾ പാൽമറിനെ ചെൽസി ബെഞ്ചിൽ ഇരുത്താനായിട്ട്. ഈവൻ ദോ മെറസ്ക പറഞ്ഞെങ്കിലും ടോ ഇഞ്ചുറി ആണ്, അൺഅവൈലബിൾ ആയിരിക്കും പറഞ്ഞെങ്കിലും മേ ബി വി മൈറ്റ് സീ ഹിം. കാരണം ഹി ലുക്സ് ഫ്രഷ് ആൻഡ് ഫിറ്റ്. അല്ലാണ്ട് മെറസ്ക ഞങ്ങൾ ഓപ്പൺ ആയിട്ട് വിളിച്ച് പറയുന്ന ഒരു കേസൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്നെ സംബന്ധിച്ച് ലൈനപ്പ് എന്തായിരിക്കും, ഞാൻ ഓൾറെഡി മറ്റേ ആ ഫുട്ബോൾ പിവറ്റ് മാച്ച് പ്രിവ്യൂവിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത്. എന്നെ സംബന്ധിച്ച ലൈനപ്പ്, സാൻചസ് ഓഫ് കോഴ്സ് ഇസ് ഗോൾ കീപ്പർ, ഫൊഫാന ആൻഡ് ട്രെവർ ചാലബ സ്റ്റാർട്ടിംഗ്, കുക്കുറയ, റീസ് ജെയിംസ്. എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ റീസ് ജെയിംസ് അല്ലെങ്കിൽ മാലോ ഗുസ്തോ, രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഒരാൾ മേ ബി റീസ് ജെയിംസ് വിൽ ബി മിഡ്ഫീൽഡ് അലോങ് വിത്ത് കൈസഡോ. നമ്പർ 10 is Enzo Fernandez, Pedro Neto on the right, Garnacho on the left, and Joao Pedro as a number 9. Now സ്വാഭാവികമായിട്ടും വൈ നോട്ട് ഡെലാബ്, വൈ നോട്ട് എസ്താബോ വില്യൻ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല? കാരണം പെഡ്രോ നെറ്റോന്റെ വർക്ക് റേറ്റ് ഇസ് ഇൻക്രെഡിബിൾ. അപ്പുറത്തെ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും പെഡ്രോ നെറ്റോന്റെ ട്രാക്ക് ബാക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പുറത്ത് കുക്കുറയുടെ 1-on-1 ബാറ്റിൽ വിൽ ബി ലമീൻ യമാൽ. അവിടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയായിട്ട് വി നീഡ് സംബഡി, ആൻഡ് ഗർനാച്ചോന്റെ വർക്ക് റേറ്റ് അടിപൊളിയാണ്.
വൈ നോട്ട് ഡെലാപ്പ് ആൻഡ് വൈ ജുവാവോ പെഡ്രോ? നൗ ഡെലാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ മോശം ഉണ്ടായിട്ടില്ല, പക്ഷേ റീസ് ജെയിംസ് മിഡ്ഫീൽഡിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ കൈസഡോ ആയിരിക്കും ഒബ്വിയസ് പാർട്ണർഷിപ്പ്. അങ്ങനെയാണെങ്കിൽ എൻസോ ഫെർണാണ്ടസ് ആണ് നമ്പർ 10 ആയിട്ട് കളിക്കാൻ പോകുന്നത്. എൻസോ ഫെർണാണ്ടസ് നമ്പർ 10 ആയിട്ട് കളിച്ചാൽ പിന്നെ ആകെക്കൂടെ ഉള്ള ഒരു പൊസിഷൻ ഇരിക്കുന്ന സ്ട്രൈക്കറാണ്. ഇൻ കേസ് ഡെലാപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജോവോ പെഡ്രോ നമ്പർ 10 ആണെങ്കിൽ ദെൻ എൻസോ ഫെർണാണ്ടസ് കൈസഡോ ആയിരിക്കും മിഡ്ഫീൽഡ് പിവറ്റ് അതാണെങ്കിൽ ദെൻ റീസ് ജെയിംസ് ആയിരിക്കും റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഡെലാപ്പിനെ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇറക്കിയാൽ മതി, ഇറക്കാൻ പാടില്ല എന്നല്ല, ഇറക്കിയാൽ മതി. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാനത് മുൻകൂട്ടി കാണുന്നില്ല. എസ്താവോ വില്ലിന്റെ കേസും പറയുകയാണെന്നുണ്ടെങ്കിൽ എഗൈൻ ചാമ്പ്യൻസ് ലീഗ് മത്സരം ബാർസലോണയായിട്ട് ഒരു 18-19 വയസ്സുകാരനെ അതിന് എക്സ്പോസ് ചെയ്യുന്നതിന് പകരം പിന്നെ കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ ട്രാക്ക് ബാക്ക് പഠിച്ചു വരേണ്ട ഒരു കേസ് ഉള്ളത് കൊണ്ട് തന്നെയും അവിടെ നേരെ മറിച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന നമ്മുടെ കോച്ച് എൻസോ മറസ്ക പ്രിഫർ ചെയ്യുക. ആൻഡ് എസ്താവോ വില്ലിയനെ സ്വാഭാവികമായിട്ട് ഒരു സൂപ്പർ സബ് ആയിട്ട് യൂസ് ചെയ്യാം, കളിയുടെ ഗതി അനുസരിച്ച് യൂസ് ചെയ്യാം. അവിടെ എന്നാലും റൈറ്റ് വിംഗിൽ പെഡ്രോ നെറ്റോന് പകരം ഇറക്കാം. പെഡ്രോ നെറ്റോ ക്യാൻ പ്ലേ ആസ് എ ഫോൾസ് 9 ദെൻ ബ്രിങ് എസ്താവോ വില്ലിയൻ. കാരണം എൻസോ മറസ്ക എപ്പോഴും പറയുന്ന ഒരു കേസാണ് ബാലൻസ്. അപ്പൊ ഡിഫെൻസീവ്ലിയും ഒരുപാട് ട്രാക്ക് ബാക്ക് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആൻഡ് ബാർസലോണയെ സംബന്ധിച്ച് അതൊരു ചെറിയ കൺസേൺ ആണ്. കാരണം അവരുടെ ലെഫ്റ്റ് വിംഗിൽ ഒരു പക്ഷേ റാഷ്ഫോർഡ് ആണെങ്കിൽ റാഷ്ഫോർഡ് അത്രയ്ക്ക് ട്രാക്ക് ബാക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്, നാച്ചുറലി ട്രാക്ക് ബാക്ക് ഇല്ലാത്ത ഇൻസ്റ്റിങ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഒരു പക്ഷേ നമ്മൾ അവിടെ ശ്രമിക്കുമായിരിക്കും. അതൊരു ബാർസലോണയുടെ വീക്ക് പോയിന്റ് ആയിട്ട് ഈ പറയുന്ന പോലെ ചെൽസി യൂട്ടിലൈസ് ചെയ്യാനും മതി. ചെൽസിയുടെ വീക്ക് പോയിന്റ് ആയിട്ട് ഈ പറയുന്ന പോലെ ചാലബയും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ബാർസലോണയും മതി. whatever said and done, it will be an experience. കാരണം രണ്ടും അറ്റാക്കിംഗ് ടീമാണ്. ബാർസലോണ അറ്റാക്കിംഗ് ഫിലോസഫിന്ന് ഒട്ടും മാറില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവർ ഹൈലൈൻ വെച്ചിട്ട് തന്നെ കളിക്കും. ചെൽസി ഹൈലൈൻ വെച്ച് കഴിഞ്ഞാൽ ലോങ് ബോൾസ് വെച്ചിട്ട് ഹൈലൈനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണെന്നുള്ളത് PSG-ക്കെതിരെ കാണിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ടാക്ടിക്കലി മെറസ്ക ശക്തമായ ഒരു ടീം വരുമ്പോഴത്തേക്കും മെറസ്കയുടെ ഫുൾ സ്കിൽസിന്റെ പുറത്തേക്ക് വരുന്നു. മിഡ് ടു ലോ ബ്ലോക്ക് ആവുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ഉത്തരങ്ങൾ ഇല്ലാണ്ടാവുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ ക്വാളിറ്റി, പ്ലെയർ പെർഫോമൻസ് ഒക്കെ ഒരു ഫാക്ടറായത്. പക്ഷെ നേരെ മറിച്ച് ഒരു ഹൈലൈൻ അറ്റാക്കിംഗ് ടീമായിട്ട് വരുമ്പോഴത്തേക്കും മെറസ്ക റൈസ് അപ്പ് ടു ദ ചാലഞ്ച്, ഹാൻസി ഫ്ലിക്ക് ഇസ് റൈസിംഗ് അപ്പ് ടു ദ ചാലഞ്ച്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി രണ്ട് ടീമുകൾക്കും ഒരു ജയം അനിവാര്യമായിട്ടുള്ള ഒരു മത്സരം കൂടിയാണ്. അവസാനം ഇത് ഡ്രോയിലാവാനും മതി. പക്ഷെ ഇന്നലെ ഫുട്ബോൾ പിവറ്റ് പറഞ്ഞു ഹി ഈസ് ഗോയിങ് ഫോർ എ 3-2 ബാർസലോണ വിൻ. ആസ് എ ചെൽസി ഫാൻ ഐ എം ഗോയിങ് ഫോർ എ 2-1 ചെൽസി വിൻ. മേബി ഒരു 2-2 ഡ്രോ ആവാനും മതി. എനിവേ ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ് എക്സൈറ്റിംഗ് മാച്ച്. വാച്ച് അലോങ് ഉണ്ടാവും, പ്രീ മാച്ച് ഡിസ്കഷൻ ഉണ്ടാവും, എല്ലാ കോപ്പും ഉണ്ടാവും. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് off SK from Chelsea Karan.